മൂത്രമൊഴിക്കുക എന്നത് ഏതൊരാളും നിത്യജീവിതത്തിൽ ചെയ്യുന്ന സ്ഥിരം പ്രക്രിയയാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണവും വെള്ളവും എടുത്ത ശേഷം ഇതിന്റെ അവശിഷ്ടങ്ങളാണ് പുറംതള്ളുന്നത്. വിസർജനം സുഗമമായി നടക്കുക, സാധാരണ നിലയിൽ നടക്കുക എന്നതെല്ലാം ആരോഗ്യത്തിന് പ്രധാനമാണ്. ഇതിൽ വരുന്ന മാറ്റങ്ങൾ തീർച്ചയായും ആരോഗ്യത്തെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുടെയും അസുഖങ്ങളുടെയും ലക്ഷണം തന്നെയാണ്. മുതിർന്ന ഒരാൾ ദിവസത്തിൽ എത്ര തവണ മൂത്രമൊഴിക്കും? ഇതിൽ കൂടുതലാവുകയാണെങ്കിൽ അത് ഡോക്ടറെ കാണേണ്ട സാഹചര്യമാണോ? ഇക്കാര്യങ്ങളെല്ലാം ഇപ്പോഴും ആളുകൾക്ക് വ്യക്തമായി അറിവുള്ളതല്ല. എത്ര തവണ മൂത്രമൊഴിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്നത് നമ്മുടെ വൃക്കകൾക്ക് മാലിന്യങ്ങൾ എത്ര വേഗത്തിൽ ഫിൽട്ടർ ചെയ്ത് മൂത്രാശയത്തിലെത്തിച്ച് മൂത്രമൊഴിക്കാൻ കഴിയുമെന്നതാണ്. മുതിർന്ന ഒരാൾ 24 മണിക്കൂറിൽ 6 മുതൽ 8 തവണ വരെയെല്ലാം മൂത്രമൊഴിക്കാം. ഇത് എത്ര വെള്ളം കുടിക്കുന്നു എന്നതിനെ കൂടി അനുസരിച്ചിരിക്കും. ചിലരിൽ 6 എന്നത് 4 ചുരുങ്ങാറുണ്ട്. അത് കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറയുന്നതിനാലാണ്. ചിലരിൽ 8 എന്നത് 10 വരെയും ആകാറുണ്ട്. ഇതും വെള്ളത്തിന്റെ അളവിൽ വരുന്ന വ്യത്യാസമാകാം. എങ്കിലും പൊതുവിൽ 8 തവണയിൽ കൂടുതൽ മൂത്രമൊഴിക്കുന്നുണ്ടെങ്കിൽ, അതും മുൻപില്ലാത്ത വിധമാണെങ്കിൽ ഇക്കാര്യം പരിശോധിക്കണം. ടൈപ്പ് 1, ടൈപ്പ് 2 പ്രമേഹം എന്നിവയുടെ ലക്ഷണമാകാം ഇത്. പ്രമേഹമുള്ളവരാണെങ്കിൽ ദിവസത്തിൽ 3 ലിറ്റർ മുതൽ 20 ലിറ്റർ വരെ മൂത്രം പുറത്തു പോകാം. ഇങ്ങനെ മൂത്രം അമിതമായി പോകുന്നത് നിർജ്ജലീകരണത്തിന് കാരണമാകും. എപ്പോഴും ദാഹം അനുഭവപ്പെടുകയും വായ മുതൽ അകത്തേക്ക് വരൾച്ച തോന്നുകയും ചെയ്യാം. പ്രമേഹത്തിന് പുറമെ ഉയർന്ന രക്തസമ്മർദ്ദത്തിന്റെ സൂചനയായും മൂത്രം അമിതമായി പോകാം. വൃക്കകൾക്ക് സംബന്ധിച്ച പ്രശ്നങ്ങൾ, മൂത്രാശയ രോഗങ്ങൾ എന്നിവയുടെയെല്ലാം ഭാഗമായി മൂത്രം അമിതമായി പോകാം. ചില സന്ദർഭങ്ങളിൽ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അധിക തവണ മൂത്രം പോകുന്നത് നോർമലാകാം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ അസുഖങ്ങളുടെ ലക്ഷണമായും വരാം.